ക്യാരക്ടേഴ്സ് ഗ്രേസ് ആൻ്റണിയുടെ ഒക്കെ ഭയങ്കര രസമായിട്ട് ഗ്രേസിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട്. ഗ്രേസിന് നമ്മൾ ഇതുവരെ കാണാത്തൊരു പെർഫോമൻസ് ആണ്. എല്ലാവർക്കും നന്നായിട്ട്. ആൽഫി നന്നായിട്ട്. ആൽഫിയുടെ ഫസ്റ്റ് എപ്പിസോഡിൽ ആൽഫി വരുന്നുണ്ട്. എല്ലാ ബാക്കിയുള്ള ആൾക്കാരെ ഇവിടെ കാണാൻ വെയിറ്റിംഗ് ആണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു ഔട്ട് കാണുന്നത്. ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നി. എല്ലാം നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ്. സുരാജേട്ടൻ കഴിഞ്ഞ പടം ചെയ്തതും സുരാജേട്ടൻ ഗ്രേസ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ അവരെയൊക്കെ കാണുന്ന ഒരു പെർഫോമൻസ് ആണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നിയത്. രണ്ടാമത്തെ അതെ 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 ഭയങ്കര രസമായിരുന്നു. ഇത് OTTക്ക് വേണ്ടി ചെയ്തൊരു വർക്കാണല്ലോ. പക്ഷേ തിയേറ്ററിൽ ഇത്രയും ചിരിയായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് രസമായിട്ട് വരുമെന്ന് തോന്നി. എങ്ങനെയുണ്ടായിരുന്നു കണ്ടത്? ലില്ലിക്കുട്ടി എന്ന് പറഞ്ഞ സെക്കൻഡ് എപ്പിസോഡ് ഗ്രേസ് ചെയ്ത ആ എപ്പിസോഡ് കൂടുതൽ മീൻ ചിരിച്ചത്. ഫസ്റ്റ് എപ്പിസോഡ് കുറച്ചും കൂടി പഴയ കാലഘട്ടം പറയുന്നു. ആ ഒരു ക്യാരക്ടർ സെറ്റിംഗ് ആണെങ്കിൽ അറ്റ്മോസ്ഫിയർ സെറ്റിംഗ് ആയിരുന്നു ഫസ്റ്റ് എപ്പിസോഡ്. രണ്ട് രീതിയിലായിരുന്നു. 2 എപ്പിസോഡ് നമ്മൾ കണ്ടത്. അപ്പം ഇനി ബാക്കിയുള്ള എപ്പിസോഡ്സും ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഗ്രേസിൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസിൽ വേറെ കൈൻഡ് ഓഫ് ആണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ചേച്ചും സുരാജേട്ടനും നല്ല പെർഫോമൻസ് കാരണമുള്ള ഒരു നല്ല രസമായിരുന്നു. ഒരു സാധാരണ കാണുന്ന ഒരു വെബ് സീരീസ് അല്ലാത്തൊരു ജോണറിലാണത് പോകുന്നത്. അപ്പോൾ കണ്ടപ്പോൾ എങ്ങനെ തോന്നി? ഇത് വേറെ പഴയ കാലഘട്ടം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഫസ്റ്റ് എപ്പിസോഡ് പോലെയല്ല സെക്കൻഡ് എപ്പിസോഡ്. ആ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം സെപ്പറേറ്റ് പ്ലോട്ടുകൾ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. ഇനി ബാക്കിയുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ള കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി അതെ അതെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാനായിട്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ തിയേറ്ററിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല ഈ മൂവി. ഈ സീരീസ് കാരണം സീരീസ് ആയതുകൊണ്ട് ചാനലിലായിരിക്കും ഈ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിലായിരിക്കും കാണേണ്ടി വരാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സന്തോഷം. പിന്നെ ഈ മൂവി ഡെഫിനറ്റായിട്ടും ഒരു യുണീക്ക് അപ്രോച്ചാണ്. ഞാൻ ഇന്നേവരെ ചെയ്ത മൂവിയോ സൗണ്ട് പാലറ്റായിട്ടോ ഒരു ബന്ധമില്ല. ഇത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന 80s കുറേ സിനിമകളുണ്ട്. പെരുവണ്ണാവർത്ത വിശേഷങ്ങൾ അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന ധാരാളം പ്രാദേശിക വാർത്തകൾ. അപ്പോൾ ആ വൈബ് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഈ സിനിമയിൽ എനിക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഡയറക്ടറുടെ ടേസ്റ്റിനനുസരിച്ച് കൂടെ സഞ്ചരിച്ച ഒരു മൂവി കൂടിയാണ്. കാരണം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ നിതിൻ രഞ്ജിപ്പണിക്കർ എന്നോട് പറഞ്ഞ കാര്യം, അളിയ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതേപടി താൻ വിചാരിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അതല്ലാതെ താൻ വേറൊരു പരീക്ഷണം ഞാൻ വേറൊരു പരീക്ഷണത്തിൽ പോയി കഴിഞ്ഞാൽ സിങ്ക് ആയിരിക്കില്ല. മ്യൂസിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടറെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഔട്ട് ഇറക്കിയിട്ടുള്ളത്. ബാക്കി ഓഡിയൻസിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. നന്നായിട്ട് വരുന്നതെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ എപ്പിസോഡിൽ ചിരി തുടങ്ങിയിട്ട് നിർത്തിയിട്ടില്ല. ഭയങ്കര പീക്ക് എപ്പിസോഡ്. ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും ഞാൻ വളരെ മിനിമൽ മ്യൂസിക് ഈ പടത്തിന് കൊടുത്തിട്ടുള്ളൂ. കാരണം മിനിമൽ മതി ഇതിന്. ഒരു 2 ട്രാക്കിൽ തന്നെ വർക്കൗട്ട് ആവുന്ന സീക്വൻസുകളാണ്. കാരണം അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത്. അച്ഛന് എനിക്ക് തോന്നുന്നു കാവലിനൊക്കെ മുന്നേ തന്നെ അച്ഛൻ എന്നോട് ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണിത്. അച്ഛന് ഏറെ പ്രിയപ്പെട്ടൊരു സബ്ജക്റ്റാണ്. ഈ സിനിമയാക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചൊരു സബ്ജക്റ്റാണ്. ആക്ച്വലി ഈ കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ ഭരത് ഗോപി നെടുമുടി വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയധികം അച്ഛന് പേഴ്സണലി മാനസികമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള നിതിൻ രഞ്ജിപ്പണിക്കർ കാര്യം പറയുന്നത് ഇതിന് അറ്റാച്ച്മെൻ്റുള്ള ഒരു കണ്ടൻറ്റാണ് ഇതെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിതിന് സ്വാഭാവികമായിട്ട് നിതിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സീരീസാണ്. അല്ലാതെ ചിരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ക്യാരക്ടേഴ്സിലൂടെയുള്ള ഒരു സഞ്ചാരമാണ്. ഞങ്ങളെല്ലാം നിതിൻ്റെ ജേണിയുടെ പാർട്ടായി എന്നുള്ളത്. നിതിൻ പറ. അല്ല ഇപ്പൊ ആര് പറയണമെന്നുള്ള തർക്കമാണ്. ഇത് സീരീസ് ആണല്ലോ. സീരീസ് നമ്മളിപ്പോൾ വലിയ സ്ക്രീനിലാണ് കണ്ടത്. ഇതിൽ പ്രവർത്തിച്ച ആൾക്കാരും എല്ലാത്തവരുടെ കൂട്ടത്തിൽ നിന്നാണ് കണ്ടത്. എനിക്ക് ഇത് കാലഘട്ടത്തോട് വലിയ തോതിൽ നീതി പുലർത്തുന്നതായിട്ട് തോന്നി. ഒരു 1978 നടക്കുന്ന കഥയാണ്. ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമകളുടെ ഇണവും താളവും വേഗവും പശ്ചാത്തല സംഗീതവും ലൊക്കേഷനുകളും എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ജെനുവിനായിട്ട് കാണിക്കുന്ന പോലെ തോന്നി. വേറൊരു തരത്തിൽ വളരെ സ്ലോ പേസ് ആയിട്ടുള്ള രസമുള്ള മർമ്മങ്ങളാണുള്ളത്. ഞാൻ 2 എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ച മാത്രമേ ഡെബ്രീമിൽ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ടതിനകത്ത് ഷോസ് ടീച്ചർ എന്ന് പറയുന്നത് ഗ്രേസ് ആൻ്റണിയാണ്. ഗ്രേസ് സൂപ്പറാണ്. സൂപ്പർ പറഞ്ഞാൽ
ഗ്രേസ് ഒരു ഇച്ചിരി പ്രശ്നമുള്ളൊരു ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ, അങ്ങനെ ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് കൂട്ടും. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിനൊരു നൂല് പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്തു. ഗ്രേസാണ് ഇപ്പം ഇതുവരെ കണ്ടതിനകത്ത് സ്റ്റാർ. ബാക്കി സുരാട്ടനും ബാക്കിയുള്ള ചായച്ചേട്ടനൊക്കെ ഉണ്ട്. അത് പിന്നെ ബാക്കിയുള്ളവർ പറയട്ടെ. ഇപ്പോൾ 2 എപ്പിസോഡാണ് ഇവിടെ റിവ്യൂ ചെയ്തത്. ഓരോ എപ്പിസോഡും ഓരോ മൂഡിലാണ്. ഗ്രേസിൻ്റെ എപ്പിസോഡ് പോലെ ആയിരിക്കില്ല അടുത്ത ഷോ ചേച്ചിക്ക്, അതുപോലെ ആയിരിക്കില്ല നിരഞ്ജനയുടെ, കനിയുടെ അതുപോലെ ആയിരിക്കില്ല. അപ്പോൾ ഓരോ എപ്പിസോഡിലും വിഷ്വലിയും കഥാപരമായിട്ടൊക്കെ ഓരോ മൂഡ് പിടിച്ചാണ് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ബാക്കി ഇനിയിപ്പം സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ടിട്ട് അവർക്ക് എന്താ തിയേറ്ററിൽ നിറയെ കൈയടിയായിരുന്നല്ലോ. ആക്ച്വലി ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വിജയൻ ആദ്യം വിളിച്ച് ഈ ഒരു സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അറിയില്ല, കയ്യടി കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബാക്കി പിന്നെ താങ്ക് യു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു വർക്കിൻ്റെ ഭാഗമാകാൻ പറ്റിയത്. ഫസ്റ്റ് ഓഫ് ഓൾ നിതിൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അതെനിക്ക് ആദ്യം പറഞ്ഞേ പറ്റൂ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. അതേപോലെ ഗ്രേസ് ഒരു രക്ഷയില്ല. ശരിക്കും ഷോ സ്റ്റീലർ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേസാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വളരെ ഇഷ്ടപ്പെട്ടു. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ കണ്ട 2 ഗ്രേസ്. ഞാൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് ഗ്രേസ് ഗ്രേസ്ഫുൾ ആയിട്ട്. ഇനി സോമം വന്ന സോമം പറ. സോമ കുറച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തേ. അയ്യോ പറഞ്ഞു കഴിഞ്ഞോ? എന്താ പറയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നോ കണ്ടിട്ട്? അടിപൊളി. ഗ്രേസിന്റെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. ഒരു ജീവൻ പെട്ടെന്ന് കിട്ടിയതെന്ന് തോന്നി രണ്ടുപേർക്ക്. ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, കുറച്ച് നല്ല ആക്ടേഴ്സിൻ്റെ കുറച്ച് നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റുന്ന ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പോയി അവസാനിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും നാഗേന്ദ്രൻ സമയം. ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സീരീസുകൾ പോലെ ആയിരിക്കില്ല അതിൻ്റെ ഒരു സ്വഭാവം. കൂടുതലും ക്രൈം ത്രില്ലേഴ്സും ഭയങ്കര സ്പീഡുള്ള പരിപാടികളൊക്കെ നമ്മളൊക്കെ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ എപ്പിസോഡിനും ഓരോ കഥ പറയാനുണ്ട്, ഓരോ ഇമോഷൻസ് പറയാനുണ്ട്. അതിൽ ഒരു ചിരി എപ്പിസോഡായിരുന്നു ഇപ്പോൾ നമ്മുടെ 2ാമത്തെ എപ്പിസോഡ്. 3, 4, 5, 6 ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. യെസ്. ഓരോരോ എപ്പിസോഡിലാണ് പോകുന്നത്. എല്ലാ ഫീമെയിൽ ക്യാരക്ടറും ഓരോ എപ്പിസോഡിൽ വന്നിട്ട് പോവാണ്. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ